പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമ്പൂർണമായും സമർപ്പിക്കപ്പെട്ട ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കാണാതെ പോകുന്നു. തിരുസഭ ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹ ആശംസകൾ നേരുന്നു. ഒന്നാമതായി, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ ആരംഭം. 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ മധ്യത്തിൽ പയസ് 12-ാമൻ മാർപ്പാപ്പ ലോകത്തെ മുഴുവൻ നമ്മുടെ രക്ഷകന്റെ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിന് കീഴിൽ അവളുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചു. 1944 ഭാവിയിൽ മുഴുവൻ സഭയും അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കണമെന്ന് അദ്ദേഹം ഉത്തരവിട്ടു. മേരിയുടെ ഹൃദയം ഇതൊരു പുതിയ ഭക്തിയല്ല. 17-ാം നൂറ്റാണ്ടിൽ സെന്റ് ജോൺ യൂഡ്സ് സേക്രഡ് ഹാർട്ട് എന്നതിനൊപ്പം ഇത് പ്രസംഗിച്ചു. 19-ാം നൂറ്റാണ്ടിൽ പയസ് 7-ാമനും 9-ാം പിയൂസും മറിയത്തിൻ്റെ ശുദ്ധ ഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ നിരവധി പള്ളികളെ അനുവദിച്ചു. രാജ്യങ്ങൾക്കിടയിലുള്ള സമാധാനം, സഭയ്ക്ക് സ്വാതന്ത്ര്യം, പാപികളുടെ മാനസാന്തരം, വിശുദ്ധിയുടെ സ്നേഹം, പുണ്യത്തിൻ്റെ അനുഷ്ഠാനം അവളുടെ മധ്യസ്ഥതയാൽ ലഭിക്കുന്നതിനായി പയസ് 12-ാമൻ മാർപ്പാപ്പ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ മുഴുവൻ സഭയ്ക്ക് വേണ്ടിയും സ്ഥാപിച്ചു. 1944 മെയ് മാസം 4-ാം തീയതി. രണ്ടാമതായി, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹവും സദ്ഗുണങ്ങളും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധ നേരത്തെ ആകർഷിക്കപ്പെട്ടു. സുവിശേഷം തന്നെ വിശിഷ്ടമായ വിവേചന ബുദ്ധിയോടും സ്വാദിഷ്ടതയോടും കൂടി ഈ ശ്രദ്ധ ക്ഷണിച്ചു. ആദ്യം ആവേശം തോന്നിയത് കന്യകാമറിയത്തോടുള്ള അനുകമ്പയാണ്. ക്രിസ്ത്യൻ ഹൃദയം ആദ്യമായി മറിയത്തിൻ്റെ ഹൃദയത്തെ പരിചയപ്പെടുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ വച്ചാണ്. ശിമയോന്റെ പ്രവചനം വഴിയൊരുക്കുകയും ഭക്തിയെ അതിൻ്റെ പ്രിയപ്പെട്ട സൂത്രവാക്യങ്ങളിലൊന്നും ഏറ്റവും ജനപ്രിയമായ പ്രതിനിധാനങ്ങളും നൽകുകയും ചെയ്തു. ഹൃദയം വാളുകൊണ്ട് കുത്തി. പക്ഷേ മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിഷ്ക്രിയയായിരുന്നില്ല. അവൾ ഉപവയിലൂടെ അവിടെ സഹകരിച്ചു. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനത്തിൽ അവൾ പങ്കുചേർന്നു. മൂന്നാമതായി, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ ഭക്തി ആഴപ്പെടുന്നു. 12-ാം നൂറ്റാണ്ടിലോ 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ മാത്രമാണ് വിശുദ്ധ ബെർണാഡിൻ്റെ ഒരു പതിവ് ഭക്തിയുടെ ചെറിയ സൂചനകൾ കാണുന്നത്. ഏവ് മരിയയെയും സാൽവെ റെജീനയെയും കുറിച്ചുള്ള ഭക്തി നിർഭരമായ ധ്യാനങ്ങളിൽ ശക്തമായ തെളിവുകൾ വ്യക്തമാണ്. സാധാരണയായി സെന്റ് ആൻസലം ഓഫ് ലൂക്ക അല്ലെങ്കിൽ സെന്റ് ബെർണാഡ്, കൂടാതെ റിച്ചാർഡ് ഡി സെന്റ് ലോറന്റ് എഴുതിയ വലിയ പുസ്തകമായ ദി ലൗദിബൂസ് മറിയെ വെർജിനിസ് എന്നിവയിലും വിശുദ്ധ മെറ്റിൽഡിലും വിശുദ്ധ ഗെട്രൂഡിലും ഭക്തിക്ക് 2 ആത്മാർത്ഥ അനുയായികൾ ഉണ്ടായിരുന്നു. അല്പം മുമ്പ് വിശുദ്ധ തോമസ് ബെക്കറ്റ് മേരിയുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഉള്ള ഭക്തിയിൽ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ആദ്യ ആത്മീയ മക്കളിൽ ഒരാളായ വാഴ്ത്തപ്പെട്ട ഹെർമൻ മറിയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ മറ്റ് ഭക്തികളിൽ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീട് അത് വിശുദ്ധ ബ്രിജിറ്റിൻ്റെ വെളിപാട് പുസ്തകത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ അംബ്രോസ് അവളിൽ കന്യകയായ ആത്മാവിൻ്റെ മാതൃക മനസ്സിലാക്കി. സിയന്നയിലെ വിശുദ്ധ ബെർണാഡിൻ കന്യക ഹൃദയത്തെക്കുറിച്ചുള്ള ധ്യാനത്തിൽ കൂടുതൽ ലയിച്ചു. അദ്ദേഹത്തിൽ നിന്ന് മറിയത്തിൻ്റെ ഹൃദയത്തിൻ്റെ തിരുനാളിനായി സഭ 2-ാം രാത്രിയുടെ പാഠങ്ങൾ കടമെടുത്തു. വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ് ഈ ഹൃദയത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് സംസാരിക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ മാതൃക.
16-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലും 17-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും സന്യാസി രചയിതാക്കൾ ഈ ഭക്തിയെക്കുറിച്ച് കൂടുതൽ ദൈർഘ്യമേറിയതാണ് അവതരിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഭക്തി പ്രചരിപ്പിക്കുന്നതിനും അത് പരസ്യമാക്കുന്നതിനും മറിയത്തിൻ്റെ ഹൃദയത്തെ ബഹുമാനിക്കുന്ന ഒരു വിരുന്ന് ആഘോഷിക്കുന്നതിനുമായി അത് വിശുദ്ധ ജീൻ യൂഡിസിന് നിക്ഷിപ്തമായിരുന്നു. ആദ്യം 1648 ഓട്ടണിലും പിന്നീട് നിരവധി സ്ഥലങ്ങളിലും ഫ്രഞ്ച് രൂപതകളുടെ നേതൃത്വത്തിൽ ക്രമീകരിക്കപ്പെട്ടു. 1799 പിന്നീട് ഫ്ലോറൻസിൽ തടവിലായിരുന്ന പയസ് ആറാമൻ പലേർമോ ബിഷപ്പിന് തൻ്റെ രൂപതയിലെ ചില പള്ളികൾക്കായി മറിയത്തിൻ്റെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ വിരുന്ന് നൽകി. 1805 പയസ് ഏഴാമൻ ഒരു പുതിയ ഇളവ് നൽകി. അതിന് നന്ദി. ഉടൻ തന്നെ വിരുന്ന് വ്യാപകമായി ആചരിച്ചു. പാരീസിൽ ആരംഭിച്ച ഒരു ദ്വിമുഖ പ്രസ്ഥാനം ഭക്തിക്ക് പുത്തൻ ഉണർവ് നൽകിയപ്പോൾ നിലവിലുള്ള അവസ്ഥ അങ്ങനെയായിരുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ 2 ഘടകങ്ങൾ ആദ്യം 1830 അത്ഭുത മടലിൻ്റെ വെളിപ്പെടുത്തലും നോത്രഡം ഡെസ് വിക്ടോയേഴ്സിൽ സ്ഥാപിച്ചതും ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരിയുടെ ആർച്ച് കോൺട്രാനിറ്റി പാപികളുടെ അഭയം അത് ലോകമെമ്പാടും അതിവേഗം വ്യാപിക്കുകയും എണ്ണമറ്റ കൃപകളുടെ ഉറവിടം ആവുകയും ചെയ്തു. 1855 ജൂലൈ 21 കോൺഗ്രിഗേഷൻ ഓഫ് റൈറ്റ്സ് ഒടുവിൽ മറിയത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ ഹൃദയത്തിൻ്റെ ഓഫീസും കുർബാനയും സാർവത്രിക സഭയിൽ അംഗീകരിച്ചു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപകൾ ആർജിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിമല ഹൃദയനാഥേ, വരികയാണു ഞങ്ങൾ വിമലമായ നിൻ ഹൃദയേ വാസമാക്കുവാൻ. വിമല ഹൃദയനാഥേ, വരികയാണു ഞങ്ങൾ വിമലമായ നിൻ ഹൃദയേ വാസമാക്കുവാൻ. വിമലമായ നിൻ ഹൃദയേ വാസമാക്കുവാൻ. വിമല ഹൃദയനാഥേ, വരികയാണു ഞങ്ങൾ വിമലമായ നിൻ ഹൃദയേ വാസമാക്കുവാൻ. അമലയായ മാതേ, അലിവു തോന്നിയെന്നും അഭയമേകിടൂ തൃക്കരങ്ങളിൽ. യേശുവിൻ്റെ സന്നിധേ ആനയിച്ചിടൂ. നിന്നാമമെന്നും മഹോന്നതം, നിൻ ഗേഹമെത്രയോ മനോഹരം. നിന്നാമമെന്നും മഹോന്നതം, നിൻ ഗേഹമെത്രയോ മനോഹരം. യേശുവിൻ്റെ അമ്മേ, കന്യകാമറിയമേ, തലമുറകൾ പാടും ഭാഗ്യവതി. യേശുവിൻ്റെ അമ്മേ, കന്യകാമറിയമേ, തലമുറകൾ പാടും ഭാഗ്യവതി. മാലോകരെന്നുമേ വാഴ്ത്തി വണങ്ങിടും മാലാഖമാരുടെ രാജകന്യകേ. മാലോകരെന്നുമേ വാഴ്ത്തി വണങ്ങിടും മാലാഖമാരുടെ രാജകന്യകേ. ആകാശമോക്ഷത്തിൻ വാതിലായി മേവിടും ത്രിലോകനാഥയാം മേരി അംബികേ.
ആകാശമോക്ഷത്തിൻ വാതിലായി മേവിടും ത്രിലോകനാഥയാം മേരിയംബികേ, നിൻ നാമമെന്നും മഹോന്നതം, നിൻ ഗേഹമെത്രയോ മനോഹരം. യേശുവിൻ്റെ അമ്മേ കന്യകാമറിയമേ, തലമുറകൾ പാടും ഭാഗ്യവതി. വിമല ഹൃദയനാഥേ, വരികയാണു ഞങ്ങൾ, വിമലമായ നിൻ ഹൃദയേ വാസമാക്കുവാൻ, വിമലമായ നിൻ ഹൃദയേ വാസമാക്കുവാൻ. ദൈവിക ജ്ഞാനം നിറഞ്ഞ വെൺപാത്രമേ, ദിവ്യമാം രഹസ്യത്തിൻ റോസാപ്പൂവേ. ദൈവിക ജ്ഞാനം നിറഞ്ഞ വെൺപാത്രമേ, ദിവ്യമാം രഹസ്യത്തിൻ റോസാപ്പൂവേ. വാഗ്ദാനത്തിൻ്റെ പേടകമാമംബികേ, പാപികളാം ഞങ്ങൾക്കു സങ്കേതമേ. വാഗ്ദാനത്തിൻ്റെ പേടകമാമംബികേ, പാപികളാം ഞങ്ങൾക്കു സങ്കേതമേ. നിൻ നാമമെന്നും മഹോന്നതം, നിൻ ഗേഹമെത്രയോ മനോഹരം. യേശുവിൻ്റെ അമ്മേ കന്യകാമറിയമേ, തലമുറകൾ പാടും ഭാഗ്യവതി. വിമല ഹൃദയനാഥേ, വരികയാണു ഞങ്ങൾ, വിമലമായ നിൻ ഹൃദയേ വാസമാക്കുവാൻ. അമലയായ മാതേ, അലിവു തോന്നിയെന്നും അഭയമേകിടൂ തൃക്കരങ്ങളിൽ. യേശുവിൻ്റെ സന്നിധി ആനയിച്ചിടൂ. നിൻ നാമമെന്നും മഹോന്നതം, നിൻ ഗേഹമെത്രയോ മനോഹരം. നിൻ നാമമെന്നും മഹോന്നതം, നിൻ ഗേഹമെത്രയോ മനോഹരം. യേശുവിൻ്റെ അമ്മേ കന്യകാമറിയമേ, തലമുറകൾ പാടും ഭാഗ്യവതി. യേശുവിൻ്റെ അമ്മേ കന്യകാമറിയമേ, തലമുറകൾ പാടും